നന്നിട്ട് കളിക്കുന്നില്ല കേട്ടോ. വല്ലാത്തൊരു കാഴ്ചയായി പോയി. അതായത് നമുക്കറിയാം, ഈ സീസണിൽ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഏക അംഗീകൃത ലവ് കോംബോ ആണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാത്ത ഒരു കോംബോ ആയിരുന്നു ആര്യന്റെയും ജിസൈലിന്റെയും ഒരു കോംബോ. ആ കോംബോയ്ക്ക് വലിയ രീതിയിലുള്ള ആരാധകരുണ്ടായിരുന്നു. ആ ആരാധകരുടെയൊക്കെ ചെകിട്ടത്തടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ജിസൈലിന്റെ അമ്മ അങ്ങനെ ആ ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. അതെ, തനിക്കിങ്ങനെ ഒരു മരുമകൻ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം ജിസൈലിന്റെ അമ്മ എടുത്തിരിക്കുന്നു. അതായത് ആര്യൻ ഖദോരി ജിസൈലിന്റെ അമ്മയുടെ കാൽ തൊട്ട് വന്നിക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ആര്യൻ ഖദോരി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പ്രതീക്ഷിച്ചത് ജിസൈലിന്റെ അമ്മ ഒരു മരുമകനെ സ്വീകരിക്കുന്ന പോലെ അത്തരത്തിലൊരു ട്രീറ്റ്, പുഷ്പവൃഷ്ടി നടത്തിയോ അല്ലെങ്കിൽ അനുഗ്രഹം ചൊരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി കാൽ തൊട്ട് വന്നിക്കാൻ പോകുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. ഏറെ ദൗർഭാഗ്യകരം. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉറപ്പായി ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ജിസൈലിന്റെ അമ്മയുടെ മാത്രമല്ല ആര്യന്റെ അമ്മയുടെയും തീരുമാനം മറിച്ചല്ല. ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ല. ഈ ഒരു ആലോചന മുളയിലെ നുള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തൊക്കെയാണ് ഉണ്ടായത്? മമ്മി എല്ലാവരോടും നന്നായിട്ട് മീറ്റ് ചെയ്ത് ആര്യനോട് മീറ്റ് ചെയ്തില്ല. ഞാൻ കണ്ടില്ല. ആര്യൻ ഖദോരി എന്ന് പറയുന്ന തന്റെ പ്രിയ സുഹൃത്തിനെ കൊടിമരം പോലെ വളർന്ന ആ ഒരു പഹയൻ അവിടെ നിന്നിട്ട് എനിക്ക് മാത്രം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാതെ ബാക്കിയുള്ള സകല ആളുകൾക്കും ഉമ്മ കൊടുക്കുന്നു. ഈ ഒരു സംഭവം ജിസൈൽ തന്റെ അമ്മയോട് തുറന്ന് ചോദിക്കുമ്പോൾ അമ്മ കർക്കശത്തോടെ മറുപടി പറയുന്നു. ആര്യൻ ഖദോരി എന്ന് പറയുന്ന ആ ഒരു പഹയനെ ഞാൻ കണ്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മ എല്ലാം കണ്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരുന്നുവെന്ന് അമ്മ ശരിവെക്കുന്നു. അതായത് ഈ ഒരു ബന്ധത്തിന് യാതൊരു താല്പര്യവും ജിസൈലിന്റെ അമ്മ കാണിക്കുന്നില്ല. പറഞ്ഞു ഞാൻ ഗെയിം നന്നായിട്ട് കളിക്കുന്നില്ലല്ലോ. വല്ലാത്തൊരവസ്ഥയായി പോയി. അതായത് താൻ ഗെയിം കളിക്കുന്നില്ല. 50-60 ദിവസം നിന്ന ഒരു പകയത്തെയാണ് ജിസൈൽ. ഓള് ഗെയിം കളിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി മുഖത്തടിച്ച് അമ്മ പറഞ്ഞിരിക്കുകയാണ്. ഗെയിമിനേക്കാൾ കൂടുതൽ ഓളുടെ കോൺസെൻട്രേഷൻ മറ്റു ചില കലാപരിപാടികൾക്കായിരുന്നു എന്ന് അമ്മ ശക്തമായ ഭാഷയിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഹൗസിന്റെ മറ്റൊരു കോണിൽ ആ പകയനിരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്താണ് ഇത്രമാത്രം ഇമോഷണൽ ആയത്? എന്താ പറ്റിയ നിനക്ക്? എന്താണ് ഒരു സന്തോഷമില്ലാത്തത്? എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര കുറച്ച് ഒരു ലാസ്റ്റ് ഹാഫിനായിട്ട് ഭയങ്കര ഡൗൺ ഫീലിംഗ് ആണ് ബിഗ് ബോസ്. അതറിയില്ല, ഞാൻ ഈ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ ഫീൽ ചെയ്യാത്തൊരു ഫീലിംഗ് ആണ്. അല്ല, ഈ എന്താണ് പിന്നെ കരുതിയത്? ഓളുമായിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കയറി ഈ കലാപരിപാടികൾ നടത്തിയതിന് അന്നെ പൊന്നാടയിട്ട് ആദരിക്കണമായിരുന്നു അമ്മ. അന്റെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു? അതായിരുന്നു. എനിവേ, ആ ഒരു അമ്മ എടുത്ത തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു. ബിഗ് ബോസിൽ വന്നിട്ട് കാമക്കടുവകളാവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ സെയിലിന്റെ അമ്മ വന്നിട്ട് നെക്സ്റ്റ് നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ പേരൻസിനോ ഇല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കാണാൻ വേണ്ടി ഭയങ്കര ഒരു അതുപോലത്തെ എനിക്ക് ഇത് ഇന്നലെ വരെ ഉണ്ടായിട്ടില്ല, വേറെ ആളുടെ ഒരു ഫാമിലി കണ്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ സഡൻലി എനിക്ക് ഓനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ ഓനോട് ലവ് ട്രാക്ക് കളിക്കണമെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞങ്ങോട്ട് കയറ്റി വിടുന്നു. ഓനവിടെ ചെന്നപ്പോ ഓനിക്ക് എന്താണ് കിട്ടിയത്? മേക്കപ്പ് ഇട്ടേക്കുന്ന ഒരു മുതുക്കിനെ. ഓൻ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് ഓനെ കുറ്റം പറയാൻ ഒരു തരത്തിലും കഴിയില്ല. നീ ജിസൈലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജിസൈലിന്റെ അമ്മ എന്തുകൊണ്ട് ഈ ഒരു ബന്ധത്തിന് എതിര് നിൽക്കുന്നു? അതായത് ജിസൈലിന്റെ അമ്മ, നമുക്കറിയാം, ജിസൈലിനെ കുറിച്ച് വളരെ വ്യക്തമായി ധാരണയുള്ള ഒരമ്മയാണ്. ഓളിങ്ങനെ ബിഗ് ബോസ് നിരങ്ങി നടക്കുന്ന ഒരു പഹയത്തിയാണ്. ഓൾ അടുത്ത ഇനി പോകുന്നത് തെലുങ്കിലേക്കോ തമിഴിലേക്കോ ആണ്. അവിടെ ചെല്ലുമ്പോ അവിടെ ഇതേപോലെ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കയറിയും അവിടെ ലവ് കോംബോ ഉണ്ടാവും. ആ ഒരു അവസരത്തിൽ ഈ ഒരു പഹയന്റെ അവസ്ഥ എന്താവും? അതുകൊണ്ട് തന്നെ ഇത് മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത ജിസൈലിന്റെ അമ്മയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ആര്യന്റെ അമ്മയും പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതായത് നിങ്ങൾ ബെഡ് മാറി കിടക്കുക, ഇനി അങ്ങോട്ട് ഒരു ബെഡിൽ കിടക്കണ്ട എന്ന് ആര്യന്റെ അമ്മ പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. വരുന്ന ആളുകളൊക്കെ നമുക്കറിയാം, ഇന്നലെ നമ്മുടെ ദിയാസന, LGTVയുടെ പ്രസിഡന്റായ ദിയാസന വന്ന് ആര്യൻ ഖദോരിയോടും ജിസൈലിനോടും രണ്ടുപേരോടും, പ്രത്യേകിച്ച് ജിസൈലിനോട് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കൂ, ഒറ്റയ്ക്ക് കളിക്കൂ എന്ന് ഊന്നി പറയുന്നു. ഇത് കേട്ട ആര്യൻ ഖദോരി വലിയ രീതിയിൽ വയലന്റ് ആയി. അതായത് ഫാമിലി ടാസ്കിൽ പേരൻസ് ആയിട്ട് വന്നവർ ഇത്തരം
കാര്യങ്ങൾ ഇടപെടണ്ട എന്ന് ആര്യൻ ഖദോരി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയുണ്ടായി. എന്നാൽ അതൊക്കെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ആര്യൻ ഖദോരിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗിസേലിന്റെയും അമ്മയുടെയും വാദങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. വരുന്ന ആളുകളെല്ലാം ഈ പറഞ്ഞ ആര്യൻ ഖദോരിയോട് പറയുന്നു, ഒറ്റയ്ക്ക് കളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു പഹയൻ അന്തം വിട്ടിരിക്കുകയാണ്. ഓൻ ആലോചിക്കുകയാണ്, എന്താണ് ഒറ്റയ്ക്ക് കളിക്കുക? ഇവരെല്ലാരും പറയുന്നത് ഒറ്റയ്ക്ക് എന്താണ് കളിക്കേണ്ടത്? ബെഡ്ഷീറ്റിന്റെ അകത്ത് കയറി ഒറ്റയ്ക്ക് എങ്ങനെയാണ് കളിക്കുക എന്നാണ് ഓന്റെ ഒരു ചിന്ത. ഓന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എനിക്കും അതാണ് തോന്നുന്നത്. ഓനോട് എല്ലാവരും പറയുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ. ഓൻ ഒറ്റയ്ക്ക് എന്ത് കളി കളിക്കണം ബെഡ്ഷീറ്റിന്റെ അകത്ത് കയറി? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എനിവേ, ഏറെ ദൗർഭാഗ്യകരം. അനുമോളുടെ വാദഗതി ഈ ഒരു വിഷയത്തിൽ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു കോംബോയ്ക്കും വരാതിരിക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.